സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കൊരു വചനം വായിക്കാം. ലൂക്കോസ് 8-ാം അധ്യായം അതിൻ്റെ 49-ാമത്തെ വാക്യം ഇപ്പോൾ വായിച്ചു കേൾക്കാം. ഒന്ന് വായിച്ചേ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളി പ്രമാണിയുടെ ഒരാൾ നിന്റെ മകൻ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടപ്പോൾ ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. സ്തോത്രം. അപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യേശുവിനെ തേടി പള്ളി പ്രമാണി വരുന്നു. പള്ളി പ്രമാണിയുടെ, നമുക്കിത് സുപരിചിതമായിട്ട് വാക്കുകളും വചനങ്ങളൊക്കെയാണ്, പക്ഷേ എങ്കിലും നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഭാഗം, പള്ളി പ്രമാണിയോടാണ് വന്ന് പറയുന്നത്, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി യേശുവിനെ അല്ലെങ്കിൽ ഗുരുവിനെ ഇനി ശല്യപ്പെടുത്തരുതെന്ന്. പക്ഷെ അവൻ, അതായത് പള്ളി പ്രമാണി സംസാരിക്കേണ്ടടുത്ത് യേശുവാണ് സംസാരിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. നീ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, നീ യേശുവിനെ അറിയുന്നതിന് മുമ്പ് നിന്റെ വാക്കുകൊണ്ടും നിന്റെ ചിന്ത കൊണ്ടും പലവരെയും എതിർത്ത് പല വിഷയത്തെയും നീ ജയിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിന്നെ ഭരിച്ചിരുന്നത് ദുരാത്മാവായിരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നീ ഒരു ദൈവവൈതലായി മാറിയപ്പോൾ പിന്നോട് സംസാരിക്കുന്നത് നീ ആയിരിക്കരുത്, അത് പരിശുദ്ധാത്മാവിൽ കൂടി നീ ഒരു പുതിയ ആളായി മാറണം. മാറിയേ പറ്റൂ. കാരണം ഇന്ന് അനേക കുടുംബങ്ങൾക്ക് നടക്കുന്ന സംഭവങ്ങൾ ഇത്രയേ ഉള്ളൂ. ഭാര്യയും ഭർത്താവിൻ്റെ ജീവിതത്തിനകത്ത് ആഴമേറിയ സ്നേഹത്തെക്കാളും ആഴമേറിയ സംശയം സാത്താൻ കൊണ്ടിടും. ശ്രദ്ധിച്ചു കേട്ടോ. ആ പള്ളിപ്രമാണി ആ മകളെയും കൊണ്ട് വേണമെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോവാം. സ്തോത്രം. അവർ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. പക്ഷെ ആ പ്രമാണി യേശുവിനെ മാത്രം നോക്കിയാണ് ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഒത്തിരി പേര് കളിയാക്കിയായിരിക്കാം, ഇവന് വല്ല തലയ്ക്ക് ഭ്രാന്തുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ആ വാക്കൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. വ്യക്തമായും ആമീൻ സ്തോത്രം നമ്മളിപ്പോൾ വായിച്ച വചനത്തിലുണ്ട്, അവന് യേശുവിൻ്റെ അടുക്കൽ തന്നെ ഡയറക്റ്റ്ലി ചെന്നു സംസാരിച്ചു. പക്ഷേ ആ സമയത്ത് അവിടെ കുഞ്ഞു മരിച്ചു. ആ കുഞ്ഞു മരിച്ച വിവരം തൻ്റെ സ്തോത്രം കൂടെയുള്ളവർ വന്ന് തന്നോട് പറയുമ്പോൾ മറുപടി എങ്ങനെ കൊടുക്കും? മറുപടി എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം എൻ്റെയോ നിങ്ങളുടെയോ മകൾക്കാണ് ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഉടനെ അവിടെ നിന്ന് ഓടിക്കളയും. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമുക്ക് എന്താണ് നടക്കണം നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, നീ യേശുവിൻ്റെ മുഖത്ത് നോക്കിയാണ് ഇറങ്ങിയെങ്കിൽ എത്ര കാറ്റ് നിൻ്റെ നേരെ വന്നാലും നീ ഭയപ്പെടരുത്. യേശു നിന്നെ കൈവിടാതെ നിൻ്റെ കൂടെയുള്ളത്, നിന്നെ അവൻ കൈവിടത്തില്ല. തിരുവചനം പറയുന്നു, അവനോടൊപ്പം പോയി. ആരോടെ? ആ പള്ളി പ്രമാണിയോടൊപ്പം യേശു പോയി. എന്തിനാ യേശു പള്ളി പ്രമാണിയിലൂടെ പോയേ? അവിടെ ഭാര്യ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, ഭാര്യയുടെ ബന്ധുക്കളുണ്ട്, ചർച്ചക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. യേശുവിനെക്കുറിച്ച് ഇവർക്ക് അറിയാം, പക്ഷെ യേശു ദൈവപുത്രൻ എന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് വന്ന ആൾ പറഞ്ഞത്, യേശുവിനെ ഇനി നമ്മൾ എന്ത് ചെയ്യണ്ട, വിളിക്കേണ്ട. സ്തോത്രം. ഹലോ, എല്ലാവർക്കും യേശുവിനെ അറിയാം, പക്ഷേ യേശുവിൻ്റെ ആഴങ്ങളിലുള്ള സ്നേഹവും ആഴത്തിലുള്ള അത്ഭുതവും നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളത് അനുഭവിക്കാനായി സ്തോത്രം വെമ്പൽ കൊണ്ടിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു നമുക്ക് സൗഖ്യം തന്ന് ശരി തന്നെയാണ്, ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. യേശു പറഞ്ഞ പദമാണ്, ഞാൻ കാര്യസ്ഥനെ നിങ്ങൾക്ക് മേൽ അയക്കും, അവൻ നിങ്ങളോട് വന്ന് അവൻ നിങ്ങളോട് ഉണ്ടാ. എന്തിനാ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയക്കുന്നേ? സ്വന്തമായിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കരുത്, സ്വന്തമായിട്ട് ഒരു അഭിപ്രായം നമ്മൾ സെറ്റ് ചെയ്യരുത്. അത് ചർച്ചിനായിരുന്നാലും സ്തോത്രം വീട്ടിലായിരുന്നാലും നമ്മൾ പരിശുദ്ധാത്മാവിനോട് കേട്ട് തന്നെ നമ്മൾ സംസാരിച്ച് പഠിക്കുകയും. ഹല്ലേലൂയ. ഇവിടെ ഈ പള്ളി പ്രമാണിയുടെ സ്തോത്ര മകൾ മരിച്ചു. യേശു ആ ഭവനത്തിൽ ചെന്നു, ആ കുഞ്ഞു ഉയർത്തെഴുന്നേറ്റ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ വീട്ടിനകത്തിരിക്കുന്ന സകലവരെയും അവർ മാറ്റി. എന്നിട്ട് യോഹന്നാൻ, പത്രോസ്, യാക്കോബ്, ആ ഭാര്യ പള്ളി പ്രമാണി, ഇത്ര പേരെ അതിനകത്തുള്ളൂ. നിങ്ങൾ എന്നെ ചിന്തിക്കുക, എന്താണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇന്ന് സാത്താൻ നല്ല ഐക്യതയുള്ള ഭാര്യ ഭർത്താവിൻ്റെ കുടുംബത്തിനകത്ത് വളരെ തന്ത്രപരമായി സംശയത്തെ കൊണ്ടിടണം. വളരെ തന്ത്രപരമായിട്ടും കുടുംബത്തിനകത്ത് സംശയം കൊണ്ടിടണം. പരിശുദ്ധാത്മാവ് പ്രാപിച്ച നിനക്കെങ്ങനെ ഭർത്താവിനെ സംശയിക്കാൻ പറ്റുന്നേ? ഭാര്യയെ സംശയിക്കാൻ പറ്റുന്നേ? എല്ലാ വിഷയത്തിലും നിനക്ക് എങ്ങനെയാ സ്തോത്രം സംശയിക്കാൻ പറ്റുന്നേ? അത് പരിശുദ്ധാത്മാവാണോ? അല്ല. അപ്പോൾ നീ എന്ത് ചെയ്യണം?
ഈ സംശയം എവിടെ നിന്ന് വന്നോ നീ അവിടെ പോകണം. എങ്ങനെ പോകണം? ദൈവസന്നിധിയിൽ നിന്നെ ഈ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ബലത്തോടു കൂടി വേണം നീ അങ്ങ് ചെന്ന് അതിനെ ബ്ലോക്ക് ചെയ്യാൻ. സ്തോത്രം. കാരണം നമ്മൾ വഴി തുറന്നു കൊടുക്കാതെ ഒരു സംശയമായിരുന്നാലും ഒരു വഴക്കായിരുന്നാലും ഒരു കോപമായിരുന്നാലും നമ്മൾ ഹൃദയം തുറന്നു കൊടുത്താലേ അത് കയറുള്ളൂ. ഇപ്പം ഏദൻ തോട്ടത്തിനകത്ത് സാത്താൻ അവരോട് പറഞ്ഞത് വാസ്തവമായും നിങ്ങൾക്ക് ഈ പഴം പറിച്ച് കഴിക്കാമോ എന്നൊരൊറ്റ ചോദ്യം. സാത്താൻ പറഞ്ഞു. സാത്താൻ്റെ വാക്ക് അവർ കേട്ടപ്പോൾ തന്നെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവർ പറയുന്നത് തോട്ടത്തിൽ എല്ലാ വൃക്ഷവും നമുക്ക് കഴിക്കാം, പക്ഷെ ആ നടുക്ക് നിൽക്കുന്നതില്ലേ അത് കഴിക്കാൻ പറ്റത്തില്ല, നമ്മൾ കഴിക്കുന്ന നാളിൽ മരിക്കും. എങ്ങനെ മരിക്കും? ഇതല്ലേ കർത്താവും പറയുന്നത്, നീ സ്നാനപ്പെട്ടെങ്കിൽ നീ സ്നാനപ്പെട്ട വ്യക്തി എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സ്തോത്രം മറ്റുള്ളവരോട് ഇടപഴകണമെന്നെല്ലാം നമ്മുടെ വചനങ്ങളിലുണ്ട്, ബൈബിളിൽ വ്യക്തമായിട്ടുണ്ട്. നമ്മളത് അംഗീകരിക്കൂ? നമ്മളെ പറഞ്ഞാൽ നമ്മളും പറയും. നമുക്ക് ക്ഷമിക്കണതിനൊരു പരിധിയില്ലേ. നമ്മൾ ഇതിനപ്പുറം എങ്ങനെ ക്ഷമിക്കും? സ്തോത്രം. നമുക്കവിടെ സ്ഥിരം വാക്കുകളാണിതെല്ലാം. ഹല്ലേലൂയ. സ്ഥിരം വാക്കുകളാണിതെല്ലാം. പക്ഷെ നീ നന്നായിട്ട് ശ്രദ്ധിക്കേ, ആ പള്ളി പ്രമാണിയായ ആ വ്യക്തി ആരുടെയൊക്കെ മുമ്പിൽ തലകുനിഞ്ഞായിരിക്കും? വിശ്വാസത്തിൻ്റെ സ്വന്തമായിട്ടെങ്കിലും പറഞ്ഞു കാണും, യേശുവിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ മകൾ സൗഖ്യമാകും. പക്ഷേ ഇവിടെ ആ വാക്കുകളെ ഇടിച്ചു കളഞ്ഞ് ആ ഭവനത്തിൽ നിന്നൊരു വ്യക്തി വന്ന് പറയണ, നിൻ്റെ മകൾ മരിച്ചു, പോയി, തീർന്നല്ല. പക്ഷെ യേശു നോക്ക്, ആ പള്ളിപ്രമാണി സംസാരിക്കേണ്ട സ്ഥാനത്ത് യേശു സംസാരിച്ചു. ഒറ്റ ഭാഗമേ പറഞ്ഞോളൂ. എന്തുവാ? നീ വിശ്വസിക്കുക, അല്ലേ? നീ ഭയപ്പെടേണ്ട, വൈകെ നീ വിശ്വസിക്കുക മാത്രം ചെയ്യ. ആ വാക്ക് നീ കേൾക്കണ്ട. നീ യേശുവിൻ്റെ വേണ്ടി ഇറങ്ങി തിരിച്ചോ, നിന്റെ കുടുംബത്തിൽ നീ ഒറ്റപ്പെട്ടോ, നിന്റെ കുടുംബത്തിൽ പ്രശ്നത്തോടു കൂടി നീ നിൽക്കുന്നോ, ആ വാക്കൊന്നും നീ കേൾക്കരുത്. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുവനുണ്ട്, നസ്രായനായ യേശു. ഏദൻ തോട്ടത്തിലൊരു സംഭവം നടന്നു. അവർ ആ പഴം പറിച്ച് കഴിച്ചപ്പോൾ ദൈവശബ്ദം കേട്ടോണ്ടിരുന്നവർ ആ പഴം പറിച്ച് കഴിച്ചതിന് ശേഷം അവർ പേടിയായി. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവർ മരത്തിൽ ഒളിച്ചു. ദൈവത്തിൻ്റെ പുത്രൻ ആ മരത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആദാമും ഹവ്വയും പഴം പറിച്ച് കഴിച്ചു, മരത്തിൻ്റെ ബേക്കിൽ ഒളിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ നസനായ യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി മരത്തിൽ തൂങ്ങി. ഇവിടെ ഒളിക്കുന്ന സ്തോത്രം, യേശു ആ മരത്തിൽ തൂങ്ങി. ശ്രദ്ധിച്ചു നോക്കുക. ഒളിച്ച വ്യക്തിയേക്കാളും തൻ്റെ പുത്രനെ അയച്ച് ആ ശാപത്തെ പൊട്ടിച്ച് എനിക്കും നിനക്കും വേണ്ടി സ്വർഗത്തിൽ ഭവനമൊരുക്കുന്ന ഒരു ദൈവമില്ല നമുക്ക്. നിൻ്റെ എല്ലാ വിഷയങ്ങളെയും, നിനക്ക് സംശയമുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, നീ ദൈവസന്നിധിയിൽ വാ, മുട്ടുമടക്കുക. കർത്താവേ, എൻ്റെ കുടുംബം ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, എൻ്റെ കുടുംബം ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, എനിക്കതിൽ നിന്നൊരു വിജയം കിട്ടിയേ പറ്റൂ. അതിന് ഞാൻ മാറണം. ഊഹാപോഹങ്ങൾ മാറണം, ചിന്തകൾ മാറണം. ശത്രുക്കൾ നിന്റെ മുഖത്ത് നോക്കി ആമേൻ സ്തോത്രം തെറി വിളിക്കുമ്പോൾ, ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കി പറയുമ്പോൾ നീ അത് നിന്റെ ചെവി കൊടുക്കരുത്. നീ മൗനമായിരിക്കേ, ദൈവത്തിന് ഭാരമേൽപ്പിക്കേ. ഇവിടെ പറയുന്നു, ആ അച്ഛൻ അല്ലെങ്കിൽ ആ പ്രമാണി അവിടെ നിന്ന് മാറിയിട്ടില്ല. യേശു അവന് വേണ്ടി സംസാരിച്ചു. അവൻ്റെ ഭവനത്തിൽ യേശു പോയപ്പോണ്ടല്ലോ മരണസ്ഥിതി മാറി. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന ആരോടോ പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടിയായിട്ട് നിന്റെ ഭവനത്തിൽ വന്നിരിക്കും. എല്ലാ പ്രതിസന്ധിയുടെ മധ്യേ നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക, ദൈവം വലുത് ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ സാത്താൻ്റെ ശബ്ദം കേൾക്കല്ലേ. ഏദൻ തോട്ടത്തിനകത്ത് അവൻ്റെ ശബ്ദം കേട്ടത് കൊണ്ടാണ് ഒരാത്മീയ ജീവിതം ചത്തുപോയി. ഈ സംശയം നിന്റെ ജീവിതത്തിനകത്ത് വന്നാൽ നീ ഇഞ്ചിഞ്ചായിട്ട് നിന്റെ ആത്മീയ ജീവിതത്തെ കൊന്നുകളയും സാത്താൻ. തൂങ്ങി മരിക്കുന്നതും വിഷോടിക്കുന്നതും അല്ല മരണം, നിന്റെ ആത്മീയ ജീവിതം. അതാ തമ്പുരാൻ കേട്ടെ, നിന്നോട് ആര് പറഞ്ഞ് നീ നഗ്നനെന്ന്? നിന്നോട് ആരാ പറഞ്ഞ്? ദൈവശബ്ദം കേൾക്കുന്ന നീ ആ ശബ്ദം കേട്ട് വേണം ജീവിക്കാൻ. പരിശുദ്ധാത്മാവിൽ വിധേയപ്പെട്, താഴ്മപ്പെട്. അത്ഭുതം ചെയ്യുന്ന യേശുണ്ട്, നിന്നെ കൈവിടത്തില്ല. ഈ വാക്കുകളാൽ, വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.